ഹായ് ഓൾ, ക്ലാസ് 12 CBSE ബോർഡ് എക്സാമിന് ഇനി ആകെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ കുറഞ്ഞ ദിവസത്തിൽ നമ്മുടെ ഫിസിക്സിൽ നിന്ന് മാത്രം നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ചാപ്റ്റേഴ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 14 ആണ്. ഈ ചാപ്റ്റേഴ്സിന്റെ എണ്ണത്തിലുപരി അവ ഉൾക്കൊള്ളുന്ന കണ്ടന്റിന്റെ വലുപ്പത്തെയാണ് നിങ്ങൾ എല്ലാവരും ഭയക്കേണ്ടത്. ഇതിനേക്കാളും ഭയപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു കണക്കാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കാൻ പോകുന്നത്. ഈ 14 ചാപ്റ്റേഴ്സിൽ നിന്ന് എൻ്റെ മക്കളെ നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത് ഏകദേശം 65ഓളം ഡെറിവേഷൻസ് ആണ്. വീണ്ടും ആവർത്തിക്കുന്നു, 65 ഡെറിവേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും റീസെന്റ് വന്ന സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 15 മാർക്കിനാണ് ഡയറക്റ്റ് ഹിറ്റായിട്ട് ഈ ഡെറിവേഷൻസ് ചോദിക്കുന്നത്. സോ പെർസെൻറ്റേജ് വൈസ് പറയുവാണെങ്കിൽ 20 മുതൽ 25% ചോദ്യങ്ങളും ഡെറിവേഷൻസ് തന്നെയാണ്. ഈ 25% ക്വസ്റ്റ്യൻസ് ഒക്കെ ഡെറിവേഷൻസ് ആണ് എന്ന കാര്യം ഒക്കെയാണ്. പക്ഷേ ഈ ഡെറിവേഷൻസ് പഠിച്ചെടുക്കുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ലല്ലോ. ഞങ്ങൾ എത്ര തന്നെ പരിശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് ഡെറിവേഷൻസ് പഠിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. ഈ ഡെറിവേഷൻസ് എല്ലാം എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? പല കുട്ടികളും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. മക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്, എന്തും എളുപ്പത്തിൽ നേടാം എന്ന മെന്റാലിറ്റിയാണ് മാറ്റിവെക്കേണ്ടത്. മറിച്ച് ഈ ഡെറിവേഷൻസ് ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോർഡ് എക്സാം വരയ്ക്കും ലോങ് ലാസ്റ്റ് ചെയ്യാനുള്ള മാർഗമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഡെറിവേഷൻ കൃത്യമായി തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇപ്പം നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണ്. ആ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൽ നിന്ന് നിങ്ങളുടെ ബോർഡ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഡെറിവേഷൻസ് ഏതൊക്കെയാണ് അത് കൃത്യമായി തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇപ്പോൾ ആദ്യത്തെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ആക്സിയൽ ലൈനിൻ്റെ ഡെറിവേഷൻ ഉണ്ട്, ഇക്വിറ്റോറിയലിൻ്റെ ഡെറിവേഷൻ ഉണ്ട്, ഗോസസ് ലോന്റെ അപ്ലിക്കേഷൻസ് ഉണ്ട്, ടോർക്കിൻ്റെ ഡെറിവേഷൻ ഉണ്ട്. സോ ഇതൊക്കെ കൃത്യമായി ചാപ്റ്റർ വൈസ് നിങ്ങൾ എല്ലാവരും ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതാണ് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പരിപാടി, നമ്മളൊരു ഡെറിവേഷൻ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന പാളിച്ചയാണ് എങ്ങനെയെങ്കിലും ആ ഡെറിവേഷൻ കൃത്യമായി പ്രസന്റ് ചെയ്ത് മാർക്ക് നേടുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെ നിങ്ങൾ പ്രസന്റ് ചെയ്യും. മറിച്ച് ആ ഡെറിവേഷൻ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, എന്താണ് നമ്മൾ കറക്റ്റ്ലി അവിടെ ഡിറൈവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന കാര്യത്തെ പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. ഒരു ഉദാഹരണം, ഇപ്പോൾ AC-യിൽ ഒരു ഡെറിവേഷൻ എടുക്കുകയാണ്. ഇപ്പോൾ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ഓറിയന്റഡ് ആയ ഒരു ഡെറിവേഷൻ നമ്മൾ ചെയ്യുവാണെങ്കിൽ ആക്ച്വലി ആ ഡെറിവേഷൻ കൊണ്ടുള്ള പർപ്പസ് എന്താണ്? ഒരു പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടിലോട്ട് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ഫേസർ ഡയഗ്രാമും ഗ്രാഫിക്കൽ സൊല്യൂഷനുമാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ധാരണ നിങ്ങൾക്ക് ഇനീഷ്യലി എല്ലാവർക്കും വേണം. കാരണം ആ ധാരണയില്ലാതെ എന്തു തന്നെ ഡിറൈവ് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ഡിറൈവ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡയഗ്രാം എന്തായാലും നിങ്ങൾ എല്ലാവരും വരച്ചിരിക്കണം. അതൊരു ബെറ്റർ ഇംപ്രഷനാണ് ക്രിയേറ്റ് ചെയ്യുക. അഥവാ നിങ്ങളുടെ ഉത്തരക്കടലാസ് ഒരാൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായും ഡെറിവേഷൻ്റെ കൂടെ നിങ്ങളൊരു പടം വരച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം ബെറ്റർ ഇംപ്രഷൻ തന്നെയായിരിക്കും. സോ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ ഡയഗ്രാമിനകത്ത് മാർക്ക് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. ഏകദേശം 80% ഡെറിവേഷൻസിലും ഡയഗ്രാം ഓറിയന്റഡ് ആണ്. സോ ആ ചിത്രം നിങ്ങൾ എല്ലാവരും വരച്ച് തന്നെ പഠിച്ചിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പലരും ചെയ്യുന്ന ഏറ്റവും വലിയ പിശകാണ് ചിത്രം വരച്ച് ടൈറ്റിൽ കൊടുത്ത് അങ്ങ് ഡിറൈവ് ചെയ്യാൻ തുടങ്ങും. അതിനപ്പുറം ആ ഡയഗ്രാം ഓറിയന്റഡ് ആയ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ബേസ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ഒരു 2-3 ലൈനിൽ ഉറപ്പായും എഴുതിയിരിക്കേണ്ടത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ പലരുടെയും പ്രശ്നമാണ്, സാർ ഇതൊക്കെ ഞങ്ങൾ ചെയ്യും, പക്ഷേ ഞങ്ങൾ ആ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4-5 സ്റ്റെപ്പുകൾ കഴിഞ്ഞു വെച്ചാൽ ഞങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആണ്, പിന്നെ ഞങ്ങൾക്കൊരു പ്രോപ്പർ കണ്ടിന്യൂഷൻ ലഭിക്കില്ല, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഫൈനൽ ആൻസറിലോട്ട് കൺക്ലൂഡ് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. സോ അതൊന്ന് മാറ്റിയെടുക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? മക്കളെ, ഈ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്ന കുട്ടികളെല്ലാവരും നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾ ആ ഡെറിവേഷൻ എല്ലാം മനസ്സിലാക്കി തന്നെയാണോ പഠിച്ചിട്ടുണ്ടാവുക? ഒരിക്കലും ആയിരിക്കണമെന്നില്ല. നിങ്ങൾ ആ ഡെറിവേഷൻ മനസ്സിലാക്കി പഠിച്ചതാണെങ്കിൽ ഇത്തരത്തിലൊരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യില്ല. കാരണം ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ടുള്ള കണക്ഷൻ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. അതുപോലെ തന്നെ 2-ൽ നിന്ന് 3-ലോട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. അത്തരത്തിൽ ഓരോ സ്റ്റെപ്പുകളും കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും ഡെറിവേഷൻ പാതി വഴിയിൽ വെച്ച് നിങ്ങൾക്ക് തെറ്റിപ്പോവാറില്ല. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം, എന്നിട്ടും നിങ്ങൾക്ക് വളരെയധികം പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പുകളും ഇക്വേഷൻ നമ്പർ ഇട്ട് മാർക്ക് ചെയ്ത് തന്നെ ഡിറൈവ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും നിസ്സാരമായ കാര്യം. സാർ ഇങ്ങനെയൊക്കെ ചെയ്താലും മക്കളെ, നിങ്ങളൊരു കാര്യം തിരിച്ചറിയേണ്ടത്, നിങ്ങളാരും റോബോട്ടുകളല്ല. അതിനാൽ തന്നെ ഒരു ഡെറിവേഷൻ ഞാൻ പഠിച്ചു എന്നതുകൊണ്ട് നിങ്ങളുടെ ബോർഡ് എക്സാം വരെയും കണ്ടിന്യൂസ്ലി എന്തായാലും അത് ലോങ് ലാസ്റ്റ് ചെയ്യില്ല. ഉറപ്പായും വീക്ക്ലി ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് ഫ്രീ ടൈം കിട്ടുന്നത് ആ സമയത്തെല്ലാം ഈ ഡെറിവേഷൻസ് എല്ലാം കൃത്യമായി തന്നെ നിങ്ങളൊന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കണം. അല്ലാതെ ഞാനിപ്പോൾ ഒരു ഡെറിവേഷൻ പഠിച്ചു, ഇനി ബോർഡ് എക്സാമിന്റെ തലേനാളെ ഞാൻ അത് നോക്കത്തുള്ളൂ എന്ന് കരുതി കഴിഞ്ഞാൽ അത് വലിയൊരു ബ്ലണ്ടറാണ്. അങ്ങനെ നിങ്ങൾ ആരും ചെയ്യരുത്. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴെല്ലാം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത ഡെറിവേഷൻസ് എല്ലാം നിങ്ങളുടെ സ്റ്റഡി റൂമിൽ സ്റ്റിക്ക്
ചെയ്തിട്ട് കൃത്യമായിട്ട് അതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന കാര്യം നിങ്ങൾ എല്ലാവരും പരിശോധിക്കണം. ഇനി മറ്റൊരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം നമ്മുടെ ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡെറിവേഷൻ ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റ്യൻസിന് അപ്പുറം ആ ഡെറിവേഷനുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും കൺസെപ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അവ ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഡെറിവേഷന്റെ ഫൈനൽ ആൻസേഴ്സ് നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. അതിനാൽ തന്നെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഈ പറയുന്ന എല്ലാ ഡെറിവേഷൻസിന്റെയും 65 ഡെറിവേഷൻസിന്റെയും ഫൈനൽ ആൻസർ കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും എഴുതി വെച്ചിരിക്കാം. എന്നിട്ട് അതും ഇതുപോലെ തന്നെ പ്രോപ്പർലി സ്റ്റിക്ക് ചെയ്ത് വെക്കുക. കാരണം ആ പറയുന്ന ഫൈനൽ ആൻസർ ഓറിയന്റഡ് ആയ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഒന്നേന്ന് ഡിറൈവ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ അതിനാൽ തന്നെ ആ ഫൈനൽ ആൻസർ നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങളുടെ മനസ്സിനകത്ത് വേണം മക്കളെ. സോ ആ ഉത്തരം കൂടി, ആ ഫൈനൽ ആൻസർ കൂടി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എല്ലാവരും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ അവയെല്ലാം പഠിച്ചുകൊണ്ടിരിക്കണം. ഇനിയും നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. സോ അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു 3 ഡെറിവേഷൻ വെച്ചെങ്കിലും പഠിച്ചു മുന്നോട്ട് പോവുക. ഇന്ന് ഞാൻ എന്തായാലും ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 3 ഡെറിവേഷൻ പഠിക്കും എന്നൊരു കോൺഫിഡൻസിൽ നിങ്ങൾ എല്ലാവരും നിൽക്കുക. ഒരിക്കലും ഓരോ ടാസ്കുകളും നാളേക്ക് മാറ്റി വെക്കാതിരിക്കുക. എല്ലാം ഇന്ന് തന്നെ ഞാൻ തുടങ്ങും, ഇന്ന് തന്നെ ഞാൻ ആ പറയുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും എന്നൊരു മെന്റാലിറ്റിയോടുകൂടി തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫിസിക്സിനെ അപ്രോച്ച് ചെയ്യുക. കാരണം നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങളുടെ ബോർഡ് എക്സാമിൻസിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ കുഴപ്പിക്കുന്ന ചോദ്യ പേപ്പർ വരുന്നത് ഈ പറയുന്ന ഫിസിക്സിൽ നിന്ന് തന്നെയാണ്. JEE ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും നീറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതും ഈ പറയുന്ന ഫിസിക്സിനെ തന്നെയാണ്. അതിനാൽ തന്നെ ഫിസിക്സിനെ അത്രയും വലിയൊരു മുൻകരുതലോടുകൂടി തന്നെ നിങ്ങൾ എല്ലാവരും അപ്രോച്ച് ചെയ്യുക. ഗംഭീരമായി തന്നെ പഠിക്കാം മക്കളെ. അടിപൊളിയായിട്ട് ഡെറിവേഷൻസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, സൈലം ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്.